നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. അനുജൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ പെരുമലയിലെ വീട് ഉൾപ്പെടെ 7 സ്ഥലങ്ങളിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. അനുജൻ അഫ്സാനി, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയതിൽ വെഞ്ഞാറമൂട് പോലീസ് എടുത്ത കേസിലാണ് തെളിവെടുപ്പ് നടന്നത്. ആദ്യം ഫർസാനെയും അഫ്സാനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ഉമ്മ ഷമിയെ ജീവച്ഛവമാക്കിയ പെരുമലയിലെ സ്വന്തം വീട്ടിലേക്കായിരുന്നു അഫാനുമായി എത്തിയത്. ഭാവവ്യത്യാസങ്ങളില്ലാതെ സ്വന്തം വീട്ടിൽ വെച്ച് താൻ ചെയ്ത ക്രൂരതകൾ അഫാൻ പോലീസിന് വിവരിച്ചു നൽകി. നേരെ സ്വർണമാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലേക്കും അവിടെ കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റികയും അതിടാൻ ബാഗ് വാങ്ങിയ കടകളിലേക്കും പിന്നെ പോയി. തെളിവെടുപ്പിന് മുമ്പായി കൂട്ടക്കൊലപാതകത്തിന് ഇരകളെ തലക്കടിച്ചു കൊലപ്പെടുത്താൻ തനിക്ക് പ്രചോദനമായത് സുഹൃത്തിന്റെ അപകട മരണമാണെന്നാണ് അഫാൻ പറഞ്ഞത്. അഫാന്റെ സുഹൃത്ത് ബൈക്ക് അപകടത്തിൽ തല മരത്തിലിടിച്ചാണ് മരിച്ചത്. തലയ്ക്ക് പരിക്കേറ്റാൽ മരിക്കുമെന്ന് മനസ്സിലായതോടെയാണ് ഈ പദ്ധതിയിലൂടെ എല്ലാവരെയും തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പോലീസിനോട് അഫാൻ പറഞ്ഞതായി സൂചനകൾ പുറത്തുവന്നത്. അഫാൻ എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾക്ക് ചുറ്റിക തിരഞ്ഞെടുത്തെന്ന വിവരങ്ങൾ ലഭിച്ചുവെന്ന് പോലീസ് പ്രതികരിച്ചിരുന്നു. എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനായിരുന്നു ഉദ്ദേശിച്ചതെന്നും കൊണ്ടു നടക്കാൻ എളുപ്പത്തിനായിരുന്നു ചുറ്റിക വാങ്ങിയതെന്നുമാണ് അന്ന് അഫാൻ പ്രതികരിച്ചത്. ചുറ്റിക കൊണ്ട് ആക്രമിച്ചാൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായിരുന്നുവെന്നും അന്ന് പറഞ്ഞിരുന്നു. ഷമി ഏറ്റവും ഒടുവിലായി അഫാനെതിരെ മൊഴി നൽകുകയാണ്. അഫാൻ കഴുത്തു ഞെരിച്ച് തല ചുമരിലിടിച്ചെന്ന് അവർ കിളിമാനൂർ SHOയ്ക്കാണ് മൊഴി നൽകിയിരിക്കുന്നത്. മുൻപ് കട്ടിൽ നിന്ന് വീണു എന്നാണ് ഷമി പറഞ്ഞിരുന്നത്. തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം 50,000 രൂപയുടെ അടിയന്തര ആവശ്യമുണ്ടായി. തുടർന്ന് ബന്ധുവിന്റെ വീട്ടിൽ പോയി. അവിടെ വെച്ചു കേട്ട അധിക്ഷേപങ്ങൾ മകനെ വേദനിപ്പിച്ചുവെന്നും അതാണ് മകന്റെ പ്രവൃത്തിയിൽ കലാശിച്ചെന്നുമാണ് മൊഴിയിൽ പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചിരുന്നതായും ഇതിനായി ഇളയ മകനുമൊത്ത് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിരുന്നതായും ഷമി പറയുന്നുണ്ട്. ഷമിയെ വെഞ്ഞാറമൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന സംരക്ഷണ കേന്ദ്രത്തിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഷമിയുടെ മൊഴിക്ക് സമാനമായ മൊഴിയാണ് അഫാനും നേരത്തെ പോലീസിന് നൽകിയിരുന്നത്. ഷമിക്ക് റഹീം അറിയാതെ 35 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നതായി ഷമി പറയുന്നുണ്ട്. അഫാന് സാമ്പത്തിക ബാധ്യത തന്നെയാണെന്ന് നേരത്തെ അന്വേഷണ സംഘം ഉറപ്പിച്ചിരുന്നു. അബ്ദുറഹീം സൗദിയിൽ നടത്തിയിരുന്ന വ്യാപാരത്തിൽ തകർച്ച നേരിട്ടിട്ടും കുടുംബത്തിന്റെ ആഡംബര ജീവിതശൈലി മാറ്റമില്ലാതെ തുടർന്നതാണ് ബാധ്യതകളുടെ ആക്കം കൂട്ടിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ക്രൂരമായി ആക്രമിച്ച ശേഷം വീട്ടിലെ ഗ്യാസ് തുറന്നുവിട്ടത് വസ്തുവകകൾ ബന്ധുക്കൾ കൈവശപ്പെടുത്താതെ കത്തി നശിക്കാനാണെന്നും കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. ഫെബ്രുവരി 24 സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിൽ സോഫയിലിരുന്ന് താനും ഉമ്മ ഷമിയും കടക്കണി നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴികൾ ഒന്നുമില്ലെന്ന് പരസ്പരം പറഞ്ഞു. ഉടനെ ഉമ്മ പൊക്കോളൂ, ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിൽ ഉണ്ടായിരുന്ന ഷോൾ അഫാൻ കഴുത്തിൽ ശക്തമായി വരിഞ്ഞു മുറുക്കി. ഷമി സോഫയിൽ നിന്ന് നിലത്ത് വീണു. ഒപ്പം താനും വീണു. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. തല ശക്തിയോടെ തറയിലിടിപ്പിച്ചു. രക്തം വാർന്നൊഴുക്കുന്നത് കണ്ട് ഉമ്മ മരിച്ചുവെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തേക്ക് പോയി. പാങ്ങോട്ടുള്ള കുടുംബ വീട്ടിൽ തനിച്ചു താമസിച്ചിരുന്ന പിതൃമാതാവ് സൽമാ ബീവിയുടെ അടുത്തെത്തിയ അഫാൻ എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു. തുടർന്ന് തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച് 88-കാരിയായ സൽമാ ബീവിയെയും വകവരുത്തി. അവിടെ നിന്ന് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി 2 പേരുടെ ജീവനെടുത്തു. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനയെ മുക്കുന്നിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കാവറിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ചു താൻ മരിച്ച എന്തു ചെയ്യുമെന്ന യാത്രക്കിടെ പ്രതി ചോദിച്ചു. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്നായിരുന്നു ഫർസാനയുടെ മറുപടി. തുടർന്ന് പെരമലയിലെ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിൽ താനും ഫർസാനയും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു. മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി. മുത്തശ്ശിയും പിതാവിന്റെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊലപ്പെടുത്തിയെന്നും ഫർസാനയോട് പറഞ്ഞു. നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തല കുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലിരുന്നു. പൊടുന്നനെ നീ കരയില്ലേ എന്നും ഞാനും അഞ്ചനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണ പെൺസുഹൃത്തിന്റെ നെറ്റിയിലടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്ക് ചുറ്റും അടിക്കുകയായിരുന്നുവെന്നുമാണ് അന്ന് വെളിപ്പെടുത്തിയത്. ഇതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചുകയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അഫ്സാന് നേർക്ക് ആദ്യമായി ആക്രമണം നടത്തി. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ആ 14-കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കുള്ളിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ചുറ്റിക കൊണ്ട് പലതവണ ഷമിയുടെ തലയിലടിച്ചു.
രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കി അടച്ച ശേഷം അഫാൻ പുറത്തു കടന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിന്റെ അരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കറപ്പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത്. ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ടു. തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്തേക്ക് കടന്നു. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിക്കുകയായിരുന്നു. ഉമ്മയെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനുജനെയും കാമുകയും കൊലപ്പെടുത്തിയതിൽ തനിക്ക് കുറ്റബോധമുണ്ടെങ്കിലും മറ്റു 3 പേരോടും തനിക്ക് അടങ്ങാത്ത പകയായിരുന്നുവെന്നും അവർ മരിക്കേണ്ടവർ തന്നെയായിരുന്നുവെന്നുമാണ് അന്വേഷണ സംഘത്തോട് അന്ന് തെളിവെടുപ്പിനിടെ അഫാൻ പറഞ്ഞത്. മകനെ കഴിഞ്ഞ ദിവസം വരെ കുറ്റക്കാരനായി കാണാതെന്ന ഷെമിയാണ് കേസിൽ നിർണായക വഴിത്തിരിവാകുന്ന മൊഴി ഒടുവിൽ പുറത്തുവിട്ടത്. റഹീം ഒരിക്കലും അഫാനെ ജാമ്യത്തിലെടുക്കാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അടുത്ത ബന്ധുക്കൾ നൽകുന്ന സൂചന. മകന്റെ പ്രവൃത്തി കണ്ട് സ്വന്തം രക്തബന്ധത്തിലുള്ളവർ തന്നെയാണ് റഹീമിന് നഷ്ടമായത്. ഇതോടെ നാട്ടിലും വീട്ടിലും കുടുംബത്തും ഷമീം റഹീമും ഒറ്റപ്പെട്ട അവസ്ഥ. കൊടും ക്രിമിനലായാലും സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള അവകാശം ആർക്കും തന്നെയില്ല. അഫാനെ ജയിലിൽ നിന്നിറക്കണമെന്ന് ഷെമി കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്, എനിക്ക് സംഭവിച്ചതും അതുതന്നെയാണ്, എന്റെ ഓർമ്മയിലും അതുതന്നെയാണ്. പോലീസുകാർ 2 തവണ ചോദിച്ചു. എനിക്കന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. സാറേ, എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ? എന്റെ കൊച്ചിനെ ഇറക്കിത്തരണം. ഇളയവൻ മരിച്ചുപോയി. എനിക്ക് മൂത്ത മകനേ ഉള്ളൂ. അവനെയെങ്കിലും എനിക്ക് ഇറക്കിത്തരണം. അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്നായിരുന്നു ഷെമി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. അനുജൻ, കാമുകി, മുത്തശ്ശി, പിതൃസഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. അഫാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഷെമി. അതിനാൽ തന്നെ കേസിൽ അവരുടെ മൊഴി നിർണായകമാണ്. കൊലപാതകം നടന്ന ദിവസം പണം കടമായി ചോദിച്ചിരുന്നു. ഇതിനുശേഷമായിരുന്നു അഫാൻ തന്നെ ആക്രമിച്ചതെന്നാണ് ഷെമി പ്രതികരിച്ചിരിക്കുന്നത്. കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ മകൻ അഫാനെ സംഭവത്തിനു ശേഷം പിതാവ് അബ്ദുറഹീം ആദ്യം കണ്ടത് ഇന്നലെ തെളിവെടുപ്പിനിടെയായിരുന്നു. 4 മീറ്റർ അകലെ ജംഗ്ഷനിൽ ഗതാഗത കുരുക്കിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിലായിരുന്നു അഫാൻ. പെരുമലയിലെ തെളിവെടുപ്പിനിടെ അഫാനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കൂട്ടക്കൊല വിവരമറിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അബ്ദുറഹീം മകനെ കാണാൻ താല്പര്യമില്ലെന്ന് തന്നെയായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾ സമീപിച്ചപ്പോഴും മകനെ കാണാനോ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ താല്പര്യമില്ലെന്ന മറുപടിയിൽ അബ്ദുറഹീം ഉറപ്പിച്ചു നിന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ സമീപിച്ചപ്പോഴും മകനെ കാണാനോ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ താല്പര്യമില്ലെന്ന മറുപടിയിൽ തന്നെ ഉറച്ചു നിന്നു അബ്ദുറഹീം. കഴിഞ്ഞ ദിവസം അഫാനെ 7 സ്ഥലങ്ങളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. രാവിലെ 9:30 പെരുമലയിലെ വീട്ടിലെത്തിച്ച പ്രതിയുമായി 1 മണിക്കൂർ തെളിവെടുപ്പ് നടന്നു. രാവിലെ 9:30 പെരുമലയിലെ വീട്ടിലെത്തിച്ച പ്രതിയുമായി 1 മണിക്കൂർ തെളിവെടുപ്പ് നടന്നു. സ്വർണ്ണാഭരണം പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനം, ചുറ്റിക സൂക്ഷിക്കാൻ ബാഗ് വാങ്ങിയ കട, ചുറ്റിക, എലിവിഷം, മുളകുപൊടി, സിഗരറ്റ്, ശീതളപാനീയങ്ങൾ തുടങ്ങിയവ വാങ്ങിയ കടകൾ എന്നിവിടങ്ങളിലായിരുന്നു പിന്നീട് എത്തിച്ചത്. കുടുംബത്തെ ഇല്ലാതാക്കിയ മകനെ ഇനി ഒരിക്കലും കാണില്ല എന്നാണ് റഹീം പറഞ്ഞത്. എന്നാൽ തെളിവെടുപ്പിനെ അഫാനെ വെഞ്ഞാറമൂട് എത്തിച്ചപ്പോൾ പോലീസ് വാഹനം സിഗ്നലിൽ കിടന്ന സമയത്താണ് റഹീം മകനെ ആകസ്മികമായി കണ്ടത്. ഈ സമയം പോലീസ് ജീപ്പിൽ മുഖം കുനിച്ച് ഇരിക്കുകയായിരുന്നു പ്രതി അഫാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.